T20 വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിലെ എല്ലാവരും ഒരേ ടീമിൽ. 2026 IPL തുടങ്ങുമ്പോൾ മുംബൈ ഇന്ത്യൻസ് അല്ലാതെ വേറെ ആര് ഈ വർഷത്തെ കപ്പ് ഉയർത്താനെന്ന് എല്ലാവരും ചോദിച്ചു. അതെ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ, ജസ്പ്രീത് ബുംറ, കൂടാതെ ഫൈനലിസ്റ്റായ ന്യൂസിലാൻഡിനെ നയിച്ച മിച്ചൽ സാന്റ്നർ. ഇനിയും താരങ്ങളും താരപ്പകിട്ടുകളും വേറെയും. ക്വിൻ്റൺ ഡി കോക്ക്, റിയാൻ റിക്കിൾട്ടൺ, ട്രെന്റ് ബോൾട്ട് തുടങ്ങിയ ഒട്ടനേകം താരങ്ങൾ വീണ്ടുമുണ്ട്. വിൽ ജാക്സും കൂടെ ചേരുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ആരെയും വിറപ്പിക്കുന്ന ഒരു ടീമായി മാറും. എന്നാൽ നേരെ മറിച്ചാണ് സംഭവിച്ചത്. 9ാം സ്ഥാനത്ത് 2026 IPL ഫിനിഷ് ചെയ്യേണ്ടി വന്നു മുംബൈ ഇന്ത്യൻസിന്. എവിടെയാണ് മുംബൈ ഇന്ത്യൻസിന് കാലിടറിയത്? ക്രിക്ടോക്ക് മലയാളത്തിൻ്റെ വിശകലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2024 ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും മുംബൈ ഇന്ത്യൻസിലേക്ക് തിരികെ വരുന്നത്, അതും നായകനായി. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് മാറ്റി ഹാർദിക്കിന് ആ കിരീടം ചാർത്തി കൊടുക്കുമ്പോൾ ആരാധകർ കൂവലോടെയാണ് അദ്ദേഹത്തെ വരവേറ്റത്. എന്നാൽ ആ സീസണിൽ മുംബൈ ഇന്ത്യൻസ് തകർന്ന് തരിപ്പണമാക്കി. എന്നാൽ തൊട്ടു പിന്നത്തെ 2025 സീസണിൽ പ്ലേ ഓഫിൽ കടക്കുവാൻ മുംബൈ ഇന്ത്യൻസിന് സാധിക്കുകയും ചെയ്തു. 2026 ആരും പ്രതീക്ഷിക്കാത്ത ഒരു തകർച്ച മുംബൈ ഇന്ത്യൻസിന് നേരിടേണ്ടി വന്നപ്പോൾ 2027 ആരായിരിക്കും മുംബൈ ഇന്ത്യൻസിനെ നയിക്കുക എന്ന ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മ 2027 ലോകകപ്പിൽ IPL ഇനി ഉണ്ടാകുമോ എന്ന ചോദ്യവും വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. രോഹിത് ശർമ്മയുടെ ഫോമില്ലായ്മ. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് വേണ്ടി കളിക്കുന്ന വിരാട് കോഹ്ലി 557 റൺസ് ഇതിനകം നേടിക്കഴിഞ്ഞപ്പോൾ രോഹിത് ശർമ്മയുടെ പ്രതിഭ ഇവിടെ പോയി എന്ന് എല്ലാവർക്കും സംശയമാണ്. മികവുറ്റ ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടുത്തുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിൻ്റെ 3 ഡിഗ്രി എന്ന പ്രയോഗം അർത്ഥവത്താകുന്ന ഒരു പ്രകടനം പോലും ഈ ഒരു ടൂർണമെൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. അവസാന കളിയിൽ ഒരു അർദ്ധ സെഞ്ചുറി നേടുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എങ്കിൽ തന്നെയും അതൊന്നും ടീമിനെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നതേയായിരുന്നില്ല. ക്വിൻ്റൺ ഡി കോക്ക്, റിയാൻ റിക്കിൾട്ടൺ ഇരുവരും മാറി മാറി ഓപ്പണിങ്ങിൽ പരീക്ഷിക്കപ്പെട്ടു. രണ്ടുപേരും ഓരോ സെഞ്ചുറികളും നേടി. അവർക്കും ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നു. നവന്തിഹർ വളരെ മികച്ച പ്രതിഭയുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹം. എന്നാൽ നവന്തിഹറിനും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഈ വർഷം സാധിക്കാതെ വന്നു. മിച്ചൽ സാന്റ്നർക്ക് പരിക്ക് പറ്റിപ്പോയതും വിൽ ജാക്സ് അവസാന കളിയിലല്ലാതെ സ്ഥിരമായി ടീമിൽ കളിക്കാൻ സാധിക്കാത്തതും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റാത്തതും മുംബൈ ഇന്ത്യൻസിനെ പിന്നോട്ടടിക്കുന്ന കാരണങ്ങൾ തന്നെയാണ്. കോവിൻ വാഷ്, വളരെ മികച്ച ഒരു ഓൾറൗണ്ടറായ സൗത്ത് ആഫ്രിക്കൻ പ്ലെയറായ കോവിൻ വാഷ് ചില കളികളിൽ ഒരു മിന്നലാട്ടങ്ങൾ കാഴ്ചവെച്ചെങ്കിലും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. IPL ലീഗ് ഘട്ടം കഴിയുമ്പോൾ ആകെ പിറന്നത് 14 സെഞ്ചുറികൾ. അതിൽ 3 സെഞ്ചുറികളും പിറന്നത് മുംബൈ ഇന്ത്യൻസിൻ്റെ ബാറ്റ്സ്മാൻമാരുടെ കൈകളിൽ നിന്നായിരുന്നു. അതെ, റിയാൻ റിക്കിൾട്ടൺ, ക്വിൻ്റൺ ഡി കോക്ക്, തിലക് വർമ്മ. ഒരു ടീം എന്ന നിലയിൽ ഇതൊന്നും മതിയായിരുന്നില്ല മുംബൈ ഇന്ത്യൻസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്. ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബോളറായ ജസ്പ്രീത് ബുംറ ചില കളികളിൽ അദ്ദേഹം വളരെ ടൈറ്റായി ബോൾ ചെയ്യും. ചില കളികളിൽ അദ്ദേഹം 4 ഓവറിൽ 40ഉം 50ഉം അതുക്ക് മേലെയും വഴങ്ങിക്കൊണ്ടേയിരുന്നു. ട്രെന്റ് ബോൾട്ട് ട്രംപ് കാർഡാകുമെന്ന് വിചാരിച്ചിടത്തു നിന്നും അദ്ദേഹത്തിനും തിളങ്ങാൻ സാധിച്ചില്ല. ഷാർദുൽ ഠാക്കൂർ, ദീപക് ചഹർ, അശ്വിനി കുമാർ തുടങ്ങിയ ആർക്കും തന്നെ വിക്കറ്റ് എടുക്കുമെങ്കിലും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വളരെ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുമെങ്കിലും റൺസ് വിട്ടുകൊടുക്കുന്നതിൽ ആരും പിശുക്ക് കാണിച്ചിരുന്നില്ല. അഫ്ഗാനിൻ്റെ പ്ലെയറായിട്ടുള്ള AM ഗാസ്കർ മാത്രമാണ് അല്പമെങ്കിലും മികച്ച രീതിയിൽ ഒരു ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ചത്. മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റനായ ഹാർദിക് പാണ്ഡ്യയും ഒരു ഓൾറൗണ്ടർ മികവ് കാഴ്ചവെക്കുവാൻ അദ്ദേഹത്തിനും സാധിച്ചില്ല. മുംബൈ ഇന്ത്യൻസ് മൊത്തത്തിൽ ഒരു ടീം എന്ന നിലയിൽ കനത്ത പരാജയം നേരിട്ട സീസണാണ് 2026. നല്ല കോച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റാണ് മുംബൈ ഇന്ത്യൻസിന്. മഹേള ജയവർദ്ധനെയും ലസിത് മല്ലിംഗയെയും കിറാം പൊള്ളാർഡും ഉൾപ്പെടുന്ന വളരെ മികച്ച ഒരു പരിശീലന നിര അവർക്കുണ്ടെങ്കിലും ഇതൊന്നും മതിയായിരുന്നില്ല
മുംബൈ ഇന്ത്യൻസിൻ്റെ ഈ വർഷത്തെ പ്രകടനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. 2027 കിടക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് വീണ്ടും ഉയർത്തെണീക്കുമോ? ദൈവത്തിൻ്റെ പോരാളികൾ തോറ്റു തുടങ്ങുമെന്ന ചരിത്രത്തിൽ അവർ കപ്പ് നേടിയിട്ടുണ്ടെങ്കിൽ 2026 തുടങ്ങിയത് ജയിച്ചാണ്. അതുതന്നെയാണോ അവരുടെ പരാജയത്തിനുള്ള കാരണവും? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. കൂടുതൽ അപ്ഡേഷനായി ക്രിക്ടോക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.